ഭാരതത്തിൻ്റെ ഭരണഘടനയുടെ 75-ാം വാർഷികമാണ് ഇപ്പോൾ നാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. വളരെ അഭിമാനപൂർവം ഭരണഘടനയെക്കുറിച്ച് നമ്മൾ ഉൾക്കൊള്ളുകയും അതുപോലെ തന്നെ ആ ഭരണഘടനയെ പഠിക്കാൻ തയ്യാറാക്കുകയും ചെയ്യുന്നു. ഈ അവസരത്തിൽ ഒരു കാര്യം പലപ്പോഴും ചോദ്യമായിട്ട് വരാറുണ്ട്. ഈ ഭരണഘടനയെ സംബന്ധിച്ച് നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി എന്തെങ്കിലും അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങളും ഭരണഘടനയുമായിട്ട് ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ടോ? വാസ്തവത്തിൽ ഗാന്ധിക്ക് സ്വതന്ത്ര ഭാരതത്തിൻ്റെ ഭരണഘടന എങ്ങനെയായിരിക്കണമെന്ന് വ്യക്തമായ ധാരണയുണ്ടായിരുന്നു. 1931 രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ പോകുന്ന സമയത്ത് ഒരു യൂറോപ്യൻ പത്രപ്രവർത്തകൻ ഗാന്ധിയോട് ഇതേക്കുറിച്ച് ചോദിച്ചപ്പോൾ വളരെ വ്യക്തതയോടുകൂടി ഗാന്ധി ഇത് പറയുകയുണ്ടായി. എല്ലാവരെയും ഉൾക്കൊള്ളുന്ന, വൈവിധ്യങ്ങളുള്ള ഈ ഭാരതത്തിൽ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന, എല്ലാവർക്കും വികസിക്കാനായുള്ള അവസരമുണ്ടാകുന്ന ഒരു ഭരണഘടനയായിരിക്കും ഞാൻ നിർദ്ദേശിക്കുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞു. മാത്രമല്ല, ഈ രാജ്യത്തെ ഏതൊരു പൗരനും താനും കൂടി ഉൾക്കൊണ്ടാണ് ഇവിടുത്തെ ഭരണ സംവിധാനങ്ങൾ നടക്കുന്നത്, മുന്നേറുന്നത് എന്ന് തോന്നാവുന്ന സ്വന്തം ഭരണത്തെക്കുറിച്ച്, രാജ്യത്തെക്കുറിച്ചും രാജ്യത്തെ ഭരണത്തെക്കുറിച്ചും ഓരോ പൗരനും അഭിമാനിക്കാവുന്നതായിരിക്കും. അത്തരത്തിലുള്ള ഒരു ഭരണഘടനയായിരിക്കും ഞാൻ പ്രതീക്ഷിക്കുന്നത് സ്വതന്ത്ര ഭാരതത്തിന് എന്ന് പറഞ്ഞു. 1931 നടന്ന വട്ടമേശ സമ്മേളനത്തിൽ ഇംഗ്ലണ്ടിൽ ഗാന്ധി ഈ ഭരണഘടനയെക്കുറിച്ച്, സ്വതന്ത്ര ഭാരതത്തിന് ഉണ്ടാകേണ്ട രാഷ്ട്രീയ സംവിധാനം, തെരഞ്ഞെടുപ്പ് രീതി എന്നിവയെ സംബന്ധിച്ച കാര്യങ്ങളെക്കുറിച്ചാണ് പ്രധാനമായിട്ടും അവതരിപ്പിച്ചത്. അത്തരത്തിലുള്ള അവതരണത്തിൽ ഇവിടെ നിന്നും ധാരാളം പേര് ഇന്ത്യയിൽ നിന്നും മറ്റുള്ള വിഭാഗങ്ങളെ പ്രതിനിധീകരിച്ചുകൊണ്ട് പാർട്ടികളെയും വിഭാഗങ്ങളെയും പ്രതിനിധീകരിച്ച് പങ്കെടുത്തത്. സ്വാഭാവികമായിട്ടും അന്ന് ഡോക്ടർ അംബേദ്കർ കൂടിയും ആ യോഗത്തിലുണ്ടായിരുന്നു. ഗാന്ധി മുന്നോട്ട് വെച്ച ആ ഭരണഘടനാ സംവിധാനം, ഭരണ സംവിധാനത്തിന് അനുകൂലമായിട്ടായിരുന്നില്ല അന്ന് അംബേദ്കറുടെ മറുപടി എന്നുള്ളത് ചരിത്രത്തിലെ ഒരു യാഥാർത്ഥ്യമാണ്. തിരിച്ചു വരുന്നു. പിന്നീട് യഥാർത്ഥത്തിൽ ഗാന്ധി ഉദ്ദേശിച്ച രീതിയിലുള്ള ഒരു ഭരണഘടനാ സംവിധാനം ഇന്ത്യയിലെ ഒരു പ്രദേശത്ത് നടപ്പാകാനുള്ള ചരിത്രപരമായൊരു നിയോഗമോ ഭാഗ്യമോ നമുക്ക് ഉണ്ടായിട്ടുണ്ട്. അത് പൂനെക്കടുത്ത്, മഹാരാഷ്ട്രയിലെ പൂനെക്കടുത്തുള്ള ഔന്ത് എന്ന നാട്ടുരാജ്യത്തിലാണ്. അവിടുത്തെ രാജാവായ ശ്രീനിവാസ റാവു പന്തിൻ്റെ അഭ്യർത്ഥന പ്രകാരം അദ്ദേഹത്തിൻ്റെ മകൻ അപ്പ പന്തും അതുപോലെ തന്നെ മോറിസ് ഫ്രീഡ്മാൻ എന്ന പോളിഷ് എൻജിനീയറും ഗാന്ധിജിയുടെ സേവാഗ്രാം ആശ്രമത്തിൽ വന്ന് ഗാന്ധിജി അവരുമായി ചർച്ച ചെയ്ത് ഒരു രാജ്യത്ത് നടപ്പാകേണ്ട ഒരു ജനകീയ ഭരണ സംവിധാനത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുകയും അവർ ഒരു ഭരണഘടന തയ്യാറാക്കുന്നു. സ്വരാജ് ഭരണഘടന എന്ന അർത്ഥത്തിൽ അത് തയ്യാറാക്കുന്നു. അങ്ങനെയാണ് 1939 ജനുവരി 21 മുതൽ ഔന്ത് എന്ന നാട്ടുരാജ്യത്ത് രാജ്യഭരണം സ്വയം പിൻവലിഞ്ഞു പോകുകയും ജനങ്ങളുടെ ജനകീയ ഭരണം, പഞ്ചായത്തുകളെ അടിസ്ഥാനമാക്കിയുള്ള, താലൂക്കുകളെ അടിസ്ഥാനമാക്കിയുള്ള പഞ്ചായത്ത്, താലൂക്ക്, പ്രവിശ്യ തലങ്ങളിൽ ഉള്ള ഒരു ഭരണ സംവിധാനം, ജനകീയ ഭരണ സംവിധാനം നിലവിൽ വരുന്നത്. ഇതിനെ ആധാരമാക്കിയത് ഗാന്ധി നിർദ്ദേശിച്ച രീതിയിലുള്ള ഒരു ഭരണഘടനയായിരുന്നു, ഒരു സ്വരാജ് ഭരണഘടനയായിരുന്നു. ഒരുപക്ഷെ ഗാന്ധിജിയുടെ ആഗ്രഹപ്രകാരം, അദ്ദേഹത്തിൻ്റെ വീക്ഷണപ്രകാരം ഇന്ത്യയിൽ രൂപം കൊണ്ട ആദ്യത്തെ ഭരണഘടനയും അതുതന്നെയായിരിക്കും. പിന്നീട് ഭരണഘടനാ നിർമ്മാണ സഭ വരുന്നു. സ്വതന്ത്ര ഭാരതമാകാൻ പോകുന്ന സമയത്ത് ഭാരതത്തിന് സ്വന്തമായൊരു ഭരണഘടന വേണം എന്നുള്ളതിനെക്കുറിച്ച് ഭരണഘടനാ നിർമ്മാണ സഭയൊക്കെ ഉണ്ടാകുന്നു. ഈ ഒരു ഘട്ടത്തിൽ 1946 കാലഘട്ടത്തിൽ ഗാന്ധിജിയുടെ മനസ്സ് എങ്ങനെയായിരിക്കണം സ്വതന്ത്ര ഭാരതത്തിൻ്റെ ഭരണഘടന എന്നതിനെക്കുറിച്ച് ഗാന്ധിജിയുടെ മനസ്സ് വളരെ അടുത്തറിയുന്ന, അദ്ദേഹത്തിൻ്റെ അടുത്ത സഹപ്രവർത്തകനായിട്ടുള്ള, അന്ന് കോമേഴ്സ് കോളേജിൻ്റെ പ്രിൻസിപ്പാളും സ്വാതന്ത്ര്യ സമര സേനാനിയുമൊക്കെ ആയിരുന്ന ശ്രീമൻ നാരായൺ, അദ്ദേഹം ഒരു പുസ്തകം തയ്യാറാക്കുന്നു. ആ പുസ്തകത്തിന് അദ്ദേഹം കൊടുത്ത പേര് സ്വതന്ത്ര ഭാരതത്തിന് ഗാന്ധിയൻ ഭരണഘടന എന്നാണ്. സ്വതന്ത്ര ഭാരതത്തിന് ഗാന്ധിയൻ ഭരണഘടന എന്ന് പറയുന്നത് ഒരു ഭരണഘടനാ പുസ്തകം എന്നുള്ള അർത്ഥത്തിലല്ല, ഭാവിയിൽ ഇവിടെ സ്വതന്ത്ര ഭാരതത്തിൽ ഒരു ഭരണഘടന രൂപീകരിക്കപ്പെടുമ്പോൾ തീർച്ചയായും പരിഗണിക്കപ്പെടേണ്ട ഒരു ഗാന്ധിയൻ വീക്ഷണത്തെക്കുറിച്ച്, പരിപ്രേക്ഷ്യത്തെക്കുറിച്ചാണ് ആ പുസ്തകത്തിൽ ഉൾക്കൊള്ളിച്ചത്.
ഈ പുസ്തകത്തിന് ആമുഖം എഴുതിയത് ഗാന്ധിജിയാണ്. അതിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ശ്രീമൻ നാരായൺ ഇവിടെ എഴുതി വെക്കുന്ന ഓരോ വാക്കും എനിക്ക് ഉറപ്പുണ്ട് എൻ്റെ മനസ്സ് പ്രതിഫലിപ്പിക്കുന്നതായിരിക്കും എന്ന്, എൻ്റെ വീക്ഷണങ്ങളെ പ്രതിഫലിപ്പിക്കുന്നതായിരിക്കും. അങ്ങനെ 46-ൽ സ്വതന്ത്ര ഭാരതത്തിന് ഗാന്ധിയൻ ഭരണഘടന, ഗാന്ധിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഫോർ ഫ്രീ ഇന്ത്യ എന്ന പേരിൽ ഒരു പുസ്തകം ശ്രീമൻ നാരായൺ തയ്യാറാക്കി ഇവിടെ അവതരിപ്പിക്കുകയുണ്ടായി. ഭരണഘടനാ നിർമ്മാണ സഭ പിന്നീട് 46-ൽ വരുന്നു. ഡോക്ടർ രാജേന്ദ്ര പ്രസാദിൻ്റെ അധ്യക്ഷതയിൽ ഭരണഘടനാ നിർമ്മാണ സമിതി ഉണ്ടാകുന്നു. ഡോക്ടർ അംബേദ്കറുടെ നേതൃത്വത്തിൽ അതിൻ്റെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ഉണ്ടാകുന്നു. പിന്നീട് ചർച്ചകൾ നടക്കുന്നു. ഏകദേശം ഒരു 2 വർഷം 11 മാസം 18 ദിവസം നീണ്ട ചർച്ചകൾക്ക് ശേഷമാണ് 1949 നവംബർ 26-ാം തീയതി ഭരണഘടനാ സമിതി ഈ ഇന്ത്യയുടെ സ്വതന്ത്ര ഭാരതത്തിൻ്റെ ഭരണഘടന അംഗീകരിക്കുന്നത്. ഇതിനിടയ്ക്ക് 46 മുതൽ 48 ജനുവരി 30 വരെ ഗാന്ധിയോട് ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ഗാന്ധിയോട് ഒരിക്കൽ ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷനടക്കമുള്ള ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് അടക്കമുള്ളവർ അതിനെക്കുറിച്ച് അഭിപ്രായം ചോദിക്കുകയുണ്ടായി. ഗാന്ധി ആദ്യം ഒന്നും തന്നെ പ്രതികരിച്ചില്ല, മൗനമായിട്ടിരിക്കുകയായിരുന്നു. പക്ഷേ അവരുടെ സ്നേഹപൂർവമായ നിർബന്ധത്തിൻ്റെ ഫലമായിട്ട് ഗാന്ധിക്ക് അവസാനം ഇത്രമാത്രം ഗാന്ധിജി പറഞ്ഞു, നിങ്ങൾ ഇപ്പോൾ തയ്യാറാക്കുന്നു എന്ന് ഞാൻ മനസ്സിലാക്കപ്പെടുന്ന ആ ഭരണഘടനയുണ്ടല്ലോ, പുതിയ ഭരണഘടന നിർമ്മാണ സഭയുടെ നേതൃത്വത്തിൽ തയ്യാറാക്കുന്ന ഭരണഘടന, അത് ഭാരതത്തിൻ്റെ ഭരണഘടനയേ അല്ല. നമ്മുടെ ദേശീയ സങ്കല്പങ്ങൾക്ക്, ഭാരതത്തിൻ്റെ വൈവിധ്യവും പൈതൃകത്തിനും ചേരുന്ന ഒരു ഭരണഘടനയോ ഭരണ സംവിധാനമോ തെരഞ്ഞെടുപ്പ് സംവിധാനമോ അല്ല എന്ന രീതിയിൽ ഒറ്റ വാചകത്തിൽ ഗാന്ധിജി അതിന് മറുപടി പറയുകയായിരുന്നു. വാസ്തവത്തിൽ ഗാന്ധിജിയുടെ ഈ ശക്തമായ അമർഷവും വിയോജിപ്പും പൂർണ്ണമായിട്ടും ഭാവി ഭാരതത്തിൽ സൃഷ്ടിക്കാവുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് മനസ്സിലാക്കിയ അന്നത്തെ ഭരണഘടനയുടെ സഭയുടെ അധ്യക്ഷൻ കൂടിയായിട്ടുള്ള ഡോക്ടർ രാജേന്ദ്ര പ്രസാദും മറ്റുള്ളവരും പിന്നീടാണ് വാസ്തവത്തിൽ ആ ഭരണഘടനയിൽ നിർദ്ദേശക തത്വങ്ങൾ എന്ന ഒരു ഭാഗം കൂടി ചേർത്തുകൊണ്ട് ഗാന്ധിജി വിഭാവന ചെയ്യുന്ന ഗ്രാമസ്വരാജ്, അതുപോലെ തന്നെ തൊഴിൽ ചെയ്യാനുള്ള അവകാശം, തൊഴിലവകാശം, വിദ്യാഭ്യാസ അവകാശം എന്നിവയെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് നിർദ്ദേശക തത്വങ്ങൾ എന്ന പേരിൽ ഒരു ഭാഗം ഭരണഘടനയിൽ കൂട്ടിച്ചേർക്കുന്നത്, അത് പൂർണ്ണമായിട്ടും നമുക്ക് പരിശോധിച്ചാൽ അറിയാം ഗാന്ധിയൻ തത്വങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തിട്ടുള്ള ഭാഗമായിട്ടാണ് കാണുന്നത്. അത് ഇത്തരം ഒരു വിയോജിപ്പിൻ്റെ ഫലമായിട്ട് അവിടെ രംഗത്ത് വന്നതാണ്. വാസ്തവത്തിൽ നമ്മൾ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു എന്ന് ചോദിച്ചാൽ, ഗാന്ധി ഇത്തരം ഘട്ടങ്ങളിലെല്ലാം ഗാന്ധി വേണ്ട രീതിയിൽ പരിഗണിക്കപ്പെട്ടില്ല. പലപ്പോഴും ഗാന്ധിയൻ ആശയങ്ങൾ പെട്ടെന്നുള്ള ഭാരതത്തിൻ്റെ വികാസത്തിന് ചേരുന്നതല്ല എന്ന് പോലും സംശയിച്ച ദേശീയ നേതൃത്വം അക്കാലത്ത് ഉണ്ടായിരുന്നത് കൊണ്ടാണ് എന്ന് നമ്മൾ വിചാരിക്കേണ്ടിരുന്നു. വാസ്തവത്തിൽ ഭരണഘടന തയ്യാറാക്കിയതാണ്, ചരിത്രത്തിൽ നമ്മൾ പഠിക്കുന്നത് പലതാണ്. പക്ഷെങ്കിലും യഥാർത്ഥത്തിൽ ഭാരതത്തിൻ്റെ ഭരണഘടന തയ്യാറാക്കിയത് BN റാവു എന്ന് പറയുന്ന ഒരു ബ്രിട്ടീഷ് സിവിൽ സർവീസ് ഉദ്യോഗസ്ഥനാണ്. സർ ബെനഗൽ നരസിംഗ് റാവു എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. മാംഗ്ലൂരിൽ ജനിച്ച് വളരെ ബുദ്ധിജീവിയായിട്ടുള്ള ഒരാൾ, പിൻകാലത്ത് വളരെ വിദഗ്ധനായ ഒരു നിയമതന്ത്രജ്ഞനും നയതന്ത്രജ്ഞനും ഹൈക്കോടതി ജഡ്ജിയും ഒക്കെ ആയിരുന്ന വ്യക്തിയാണ് BN റാവു എന്ന് പറയുന്നത്. ബെനഗൽ നരസിംഗ് റാവു എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. പിൻകാലത്ത് സ്വാതന്ത്ര്യം കിട്ടിയ ശേഷം അദ്ദേഹം ഭാരതത്തിൻ്റെ പ്രതിനിധിയായിട്ട് ഐക്യരാഷ്ട്രസഭയുടെ സെക്യൂരിറ്റി കൗൺസിലുണ്ടായിരുന്നു. അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ ഹേഗ് ആസ്ഥാനമായിട്ടുള്ള അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിലെ ജഡ്ജിയായിരുന്നു. 1947 ബർമ്മയ്ക്ക് സ്വാതന്ത്ര്യം കിട്ടിയ സമയത്ത് ബർമ്മയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഭരണഘടന എഴുതിയത് അദ്ദേഹമാണ്. 1935 ബ്രിട്ടീഷുകാരുടെ ഇന്ത്യ ഭരിക്കുമ്പോൾ തന്നെ 35 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട്, ഇന്ത്യക്ക് വേണ്ടിയുള്ള ഒരു ഭരണ സംവിധാനത്തെക്കുറിച്ച്, ബ്രിട്ടീഷുകാർക്ക് അനുകൂലമായിട്ടുള്ള ഒരു ഭരണ സംവിധാനം, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935 വളരെ വിഖ്യാതമാണ്. ആ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് പ്രധാനമായിട്ടും എഴുതി തയ്യാറാക്കിയത് സർ BN റാവു ആണ്. ഒരുപക്ഷെ അതിനുശേഷമാണ് ബ്രിട്ടീഷ് ഗവൺമെൻറ് അദ്ദേഹത്തിന് നൈറ്റ്ഹുഡൊക്കെ കൊടുക്കുന്നത്, സാർ പദവിയൊക്കെ കൊടുക്കുന്നത്.
അത്രയും ബുദ്ധിപരമായി, നിയമപരമായി, ഭരണഘടനാപരമായിട്ട് ഈ ഇന്ത്യയുടെ ഭരണഘടനയെക്കുറിച്ച് മാത്രമല്ല ലോകത്തെ മുഴുവൻ ഭരണഘടനയും പഠിച്ചിട്ടുള്ള ഒരാളായിരുന്നു. ഇന്ത്യയുടെ ഭരണഘടന നിർമ്മാണത്തിന് മുമ്പ് തന്നെ അദ്ദേഹം തന്നെ പല രാജ്യങ്ങളിലും പോയി അവിടുത്തെ ഭരണഘടനയെ പഠിച്ചതിന് ശേഷമാണ് ബർമയുടെയും ഇന്ത്യയുടെയും ഒക്കെ ഭരണഘടന എഴുതി തയ്യാറാക്കിയത്. വാസ്തവത്തിൽ ബി എൻ റാവു ആണ് ഇന്ത്യയുടെ ഭരണഘടന എഴുതി തയ്യാറാക്കിയത് എന്നുള്ളതാണ് ഒരു ചരിത്ര യാഥാർത്ഥ്യം. പലപ്പോഴും നമ്മൾ അത് അറിയുന്നില്ല എന്നാണ്. എന്തായാലും ഈ അവസരത്തിൽ ഭരണഘടനയുടെ 75ാം വാർഷിക ദിനത്തിൽ നമ്മളൊരു പുനഃപരിശോധന നമുക്ക് ആവശ്യമാണ്. ഭരണഘടന ഒരു മാറാൻ പാടില്ലാത്തൊരു സംഗതി ഒന്നുമല്ല. എത്രയോ മാറ്റങ്ങൾ, 140ഓളം ഭേദഗതികൾ ഭരണഘടനയ്ക്ക് ഇതിനകം തന്നെ വന്നു കഴിഞ്ഞു. തീർച്ചയായിട്ടും ഗാന്ധിയൻ ദിശയിലുള്ള ഒരു മാറ്റം ഇന്നത്തെ തെരഞ്ഞെടുപ്പ് സമ്പ്രദായം ഗാന്ധി അന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ലോകസഭ, രാജ്യസഭ എന്നിങ്ങനെ 2 സഭകളുള്ള ഒരു നിയമ നിർമ്മാണ സഭകളല്ല ഭാരതത്തിന് വേണ്ടത്. പലയിടത്തും അതുണ്ടാകാം. പക്ഷേ മറ്റ് രാജ്യങ്ങളുടെ, യൂറോപ്യൻ രാജ്യങ്ങളുടെ ഭരണഘടനയുടെ ഭരണ സംവിധാനത്തിൻ്റെ ഒപ്പുതാളുകളായി നമ്മുടെ ഭരണ സംവിധാനവും ഭരണഘടനയും മാറരുത് എന്ന് വളരെ കൃത്യമായ താക്കീത് ഗാന്ധി അക്കാലത്ത് കൊടുത്തിരുന്നു. ഗാന്ധി ഒരിക്കലും ലോകസഭ, രാജ്യസഭ ഇങ്ങനെയുള്ള നിയമസഭ, നിയമ നിർമ്മാണ കൗൺസിൽ ഇങ്ങനെയുള്ള പിന്നെ 2 സഭകൾ എന്ന് പറയുന്ന സംവിധാനത്തിന് അനുകൂലമായിരുന്നു. അതിന് അദ്ദേഹം പറഞ്ഞത്, അതിന് മാത്രമുള്ള സമ്പത്ത് നമുക്കില്ല, നമ്മുടെ ഒരു ദരിദ്ര രാജ്യമാണ്, ഇങ്ങനെ ഒരു കാര്യം ആവശ്യമില്ല. മാത്രമല്ല പിന്നെ ലോകസഭയിൽ തിരഞ്ഞെടുക്കപ്പെട്ട ആളുകൾ വരുമ്പോൾ ആ തിരഞ്ഞെടുക്കപ്പെടുത്തുന്ന ആളുകൾ ഉത്തരവാദിത്തമില്ലാത്തവർ, പ്രായം കുറഞ്ഞവരാവും എന്നുള്ളതുകൊണ്ട് ഉത്തരവാദിത്തമില്ലാത്തവരാവില്ലല്ലോ. അവർക്ക് ഉത്തരവാദിത്തമില്ല. അപ്പോൾ പ്രായമുള്ള കുറേ ആളുകളുടെ, കുറേ ബുദ്ധിജീവികളുടെ രാജ്യസഭ വേണമെന്ന് പറയുന്നതിൽ യുക്തിയില്ല എന്ന് വളരെ കൃത്യമായിട്ട് ഗാന്ധി അന്നേ അതിനെ ചൂണ്ടിക്കാണിച്ചതാണ്. പക്ഷേ ഗാന്ധിയുടെ ഈ നിർദ്ദേശങ്ങളൊന്നും പരിഗണിക്കപ്പെട്ടില്ല. മറ്റ് രാജ്യങ്ങളിലെ ഭരണഘടനയെ പിന്നെ ചേർത്ത് പിടിച്ചുകൊണ്ട് അതിൻ്റെ ഒപ്പുതാളുകളായി ഇന്ത്യൻ ഭരണഘടന മാറിയോ എന്ന് ഈ 75ാം വാർഷിക വേളയിലും നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. ഇത്തരത്തിലുള്ള അധികപ്പറ്റുകൾ, അധിക ചെലവുകൾ ഇനിയും നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ടോ എന്ന് കൂടി ആത്മപരിശോധന നടത്തേണ്ട ഒരു വേളയാണ് 75ാമത്തെ നമ്മുടെ തെരഞ്ഞെടുപ്പ് സമ്പ്രദായം തന്നെ. നമുക്കറിയാം, ഏറ്റവും കൂടുതൽ സാമ്പത്തിക ചെലവുണ്ടാകുന്ന തെരഞ്ഞെടുപ്പ് സമ്പ്രദായമാണ് നമ്മുടെ പാർലമെൻ്ററി ഡെമോക്രസിയിൽ നമ്മൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. അന്ന് ഗാന്ധി പറഞ്ഞു അന്നത്തെ സ്ഥിതി വെച്ച് ഒരു നിയോജക മണ്ഡലത്തിൽ 70,000 രൂപ വരെ ചെലവാക്കുന്നതായിട്ട് ഞാൻ മനസ്സിലാക്കുന്നു. ഇന്ത്യയെപ്പോലുള്ള രാജ്യത്ത് അത് വലിയൊരു ധൂർത്താണ്. ഇത് അഴിമതിക്ക് വകവയ്ക്കും. ഇത്തരത്തിലുള്ള കേന്ദ്രീകൃതമായ വോട്ടിംഗ് സംവിധാനം വോട്ട് ബാങ്കുകളെ സൃഷ്ടിക്കും. അത് വർഗീയതയ്ക്ക് കാരണമാകും. രാഷ്ട്രീയ പാർട്ടികൾ പരസ്പരം കലഹിക്കുന്ന, വർഗീയ സംഘടനകൾ പരസ്പരം കലഹിക്കുന്ന ഒരു ഭാരതമായിട്ട് ഇത് മാറും. ഒരിക്കലും ഇത്തരത്തിലുള്ള ഒരു കേന്ദ്രീകൃത തെരഞ്ഞെടുപ്പ് സമ്പ്രദായമല്ല നമുക്ക് വേണ്ടത് എന്ന് ഗാന്ധി അന്ന് പറയുകയുണ്ടായത്. ഗാന്ധിജിയുടെ ആ ഒസ്യത്തിലൊക്കെ അത് സൂചിപ്പിച്ചതായിട്ട് കാണാൻ സാധിക്കും. അതുകൊണ്ട് ഒരു കുറേയും കൂടിയും ഫലപ്രദമായ രീതിയിലുള്ള ഒരു തെരഞ്ഞെടുപ്പ് സമ്പ്രദായം അയൽക്കൂട്ടങ്ങളിൽ നിന്നും പ്രതിനിധികളെ തിരഞ്ഞെടുക്കുകയും ആ പ്രതിനിധികളിൽ നിന്ന് പഞ്ചായത്തിലേക്കും അതുപോലെ തന്നെ ബ്ലോക്കിലേക്കും ജില്ലയിലേക്കും ഒക്കെ പ്രതിനിധികളെ തിരഞ്ഞെടുക്കപ്പെടുന്ന വലിയ ചെലവുകളില്ലാത്ത ഒരു തെരഞ്ഞെടുപ്പ് സമ്പ്രദായം. പലപ്പോഴും തെരഞ്ഞെടുപ്പ് ചെലവുകളാണ് നമുക്ക് അഴിമതിക്കൊക്കെ കാരണമാകുന്നത്, വർഗീയതയ്ക്ക് കാരണമാകുന്നത് എന്ന് ഇന്നത്തെ തെരഞ്ഞെടുപ്പ് സമ്പ്രദായമാണ്. അപ്പോൾ അതില്ലാത്ത ഒരു തെരഞ്ഞെടുപ്പ് സമ്പ്രദായം, ഒരു പക്ഷേ ഗാന്ധിജി നിർദ്ദേശിച്ച ആ തെരഞ്ഞെടുപ്പ് സമ്പ്രദായമുണ്ടല്ലോ, അത് ഇനിയും ചർച്ച ചെയ്യപ്പെടണം. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന് വാസ്തവത്തിൽ വിളിക്കാവുന്നെങ്കിൽ ഗാന്ധി പറഞ്ഞ തെരഞ്ഞെടുപ്പ് സമ്പ്രദായമാണ്. അതല്ല നമ്മുടെ ഭരണഘടനയിൽ എഴുതി വച്ചിരിക്കുന്ന തെരഞ്ഞെടുപ്പ് സമ്പ്രദായം. അപ്പോൾ ആ തരത്തിലേക്ക് ഗാന്ധി നിർദ്ദേശിച്ച രീതിയിലുള്ള ഒരു തെരഞ്ഞെടുപ്പ് സമ്പ്രദായത്തിലേക്ക്, യഥാർത്ഥത്തിലുള്ള ഒറ്റ തെരഞ്ഞെടുപ്പ് സമ്പ്രദായത്തിലേക്ക് ജനകീയമായ ഇടപെടലുകൾ സാധ്യത തിരിച്ചു വിളിക്കാനുള്ള, പ്രതിനിധികളെ ആവശ്യമെങ്കിൽ തിരിച്ചു വിളിക്കാനുള്ള അവകാശമുള്ള തരത്തിലുള്ള ഒരു ഗാന്ധിയൻ തെരഞ്ഞെടുപ്പ് രീതി, ആ ഒരു സർവോദയ ജനാധിപത്യ രീതി, ജനകീയ ജനാധിപത്യ രീതി ഉൾക്കൊള്ളുന്ന രീതിയിൽ ഭരണഘടനയിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നതിനെക്കുറിച്ച് ഇനിയും സജീവമായ ചർച്ചകൾ നടക്കേണ്ട ഒരു കാലമാണ് ഇത്. അതിനുകൂടി ഈ 75ാം വാർഷിക വേള ഉപകരിക്കട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നന്ദി.